ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാമ്പഴത്തിൻ്റെ കാലമാണല്ലോ, അപ്പോൾ എല്ലാവരും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ അങ്ങനെ ഞാനും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കേട്ടോ. എൻ്റെ ക്ലോസ് ഫ്രണ്ടും സബ്സ്ക്രൈബറുമായിട്ടുള്ള പ്രീതിയുടെ വീട്ടിലുണ്ടായിട്ടുള്ള നാട്ടുമാങ്ങ എനിക്ക് കുറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. അത് വെച്ചിട്ടാണ് ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 5 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ആദ്യം കഴുകിയ ശേഷം നമുക്കതിൻ്റെ തൊലി ഇതുപോലെ അങ്ങ് ഇളക്കി കളയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ ഒരു 5 മാങ്ങയാണ് ഞാൻ ഈ കറിക്കായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാങ്ങയെല്ലാം തൊലി കളഞ്ഞ ശേഷം ഇത് നാടൻ കറിയാണല്ലോ, അപ്പോൾ അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ആ ജ്യൂസും കൂടെ ഞാൻ അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളമാണ് ഇത് ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നമ്മളിതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മാങ്ങയൊക്കെ വെന്ത് അതിൻ്റെ ആ ജ്യൂസൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് വരുന്നത് വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഒരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. 1/4 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, നല്ല ജീരകം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ ഈ അരപ്പ് വല്ലാതെ ലൂസാകരുത്, കാരണം നമ്മളെ ഈ കറി ഒരു കുറുകിയ കറിയാണല്ലോ. അപ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം നമ്മൾ ഈ തേങ്ങ അരച്ചെടുക്കാൻ. ഇപ്പോൾ 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാങ്ങ എന്തായെന്ന് നോക്കുക. മാങ്ങയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെള്ളം ഉണ്ടല്ലോ, അതെല്ലാം നല്ലപോലെ ഒന്ന് കുറുകി ഇങ്ങനെ മാങ്ങയൊക്കെ വെന്ത് നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കും. ഞാനിവിടെ 1 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഓർഗാനിക് അഴുക്കൊന്നുമില്ലാത്ത ശർക്കരപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ മധുരം ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ തേങ്ങയുടെ അരപ്പ് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. നല്ലപോലെ ആ മിക്സിയിലുള്ള മൊത്തം അരപ്പും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഈ തേങ്ങയുടെ അരപ്പൊന്ന് വെന്ത് വരണം. അപ്പോൾ അതിന് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇത് വല്ലാതെ തിളച്ച് മറിയാനും പാടില്ല, എന്നാലും നല്ലപോലെ ആവി കയറി ആ തേങ്ങയുടെ അരപ്പൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. കൂടാതെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ആ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് നല്ലൊരു കുറുകിയ ചാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1/2 കപ്പ് തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷവും നമ്മളിത് ഇളക്കൽ നിർത്തരുത്, ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ തൈര് ഒഴിച്ചത് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഒരു 2-3 മിനിറ്റ് നേരം നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ അവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ നെയ്യിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകിൻ്റെ കൂടെ ഒരു നുള്ളു ഉലുവയും 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, 1 പിടി കറിവേപ്പിലയും. ഇത്രയും മതി. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ താളിപ്പ് നമുക്ക് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഇളക്കരുത്, ആദ്യം ഇതൊന്ന് മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് നേരം നമ്മളിത് ഇളക്കാതെ ഒന്ന് ഇതുപോലെ മൂടി വെച്ചാൽ ആ അരപ്പിൻ്റെ ഫ്ലേവറൊക്കെ ആ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരും. ഇനി നമുക്കിത് തുറന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല കുറുകിയ നല്ല മധുരവും പുളിയും എല്ലാം ചേർന്നിട്ടുള്ള നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ണാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.